السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن نبينا وحبيبنا وسيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. ആദരണീയരായ പൂക്കോയ തങ്ങളവറുകളെ, വേദിയിൽ ഉപവിഷ്ടരായ മറ്റു പണ്ഡിത സുഹൃത്തുക്കളെ, ഈ മഹത്തായ മജ്ലിസിൽ വളരെ സന്തോഷത്തോടെ ഒത്തുകൂടിയിട്ടുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് വീണ്ടും ഒരു ശറഫാക്കപ്പെട്ട മാസത്തിൽ വളരെ ഫളിലാക്കപ്പെട്ട ഒരു രാത്രിയിൽ ഇവിടെ ഈ മഹാന്റെ ചാരത്ത് ഒത്തുകൂടാൻ നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. മനസ്സറിഞ്ഞ് ഇതുപോലെയുള്ള സന്ദർഭങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ ഖൽബറിഞ്ഞ് നമ്മൾ ഹംദ് പറയണം. ഒന്ന് അൽഹംദുലില്ലാഹ് പറഞ്ഞു നോക്കി എല്ലാവരും. ഖൽബറിഞ്ഞ് പറഞ്ഞ്, മനസ്സറിഞ്ഞൊന്നുകൂടെ പറഞ്ഞ് അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മെ ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ശുക്റുണ്ടാകുമ്പോഴാണ് അള്ളാഹു വീണ്ടും നമുക്ക് കൂടുതൽ നിഅമത്തുകൾ വർദ്ധിപ്പിച്ചു തരുന്നത്. ഇൻ ശക്കർത്തും ല അസീദന്നക്കും എന്നാണല്ലോ. ഹംദ് കൂടുതലായി നല്ല നല്ല കാര്യങ്ങൾക്ക്, സുഹൃതങ്ങൾക്ക് തൗഫീഖ് ലഭിക്കുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ വിനയാന്വിതരായി ഹംദ് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിഅമത്തുകൾ ഏറ്റിത്തരും. ഇത് ചെറിയ ഒരു മജ്ലിസല്ല, ചെറിയൊരു സമയമല്ല. പരിശുദ്ധമായ മുഹറം മാസം എന്ന് പറയുന്നത് ഹിജ്റ കലണ്ടറിലെ പ്രഥമ മാസമാണ്. മാത്രമല്ല അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞ മാസമാണ്. ഷഹറുല്ലാഹിൽ മുഹറം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ മാസം എന്ന് പരിചയപ്പെടുത്തപ്പെട്ട മാസമാണ്. യുദ്ധം നിഷിദ്ധമായ മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിക്കേണ്ടവരെ ആദരിക്കുകയും പിടിച്ചു കെട്ടേണ്ടവരെ പിടിച്ചു കെട്ടുകയും ചെയ്തിട്ടുള്ള മാസമാണ്. നിങ്ങൾ എല്ലാവർക്കും ചരിത്രറിയാൻ ഞാൻ അങ്ങോട്ട് കൂടുതൽ കടക്കുന്നില്ല. പുണ്യനബി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ നോമ്പെടുക്കാൻ വേണ്ടി ഏറ്റവും അഫ്ളലായ ദിനരാത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ദിവസങ്ങളാണ് മുഹറമിന്റെ ദിവസങ്ങൾ. പ്രത്യേകിച്ച് ആദ്യത്തെ 10 ദിവസം. ദുൽഹിജ്ജ നമ്മളോട് വിട പറഞ്ഞപ്പോ നമുക്കൊക്കെ പരിചയമുള്ള അദ്കാറുകളും ദുആകളൊക്കെ നമ്മൾ നടത്തി. മുഹറമിന് നമ്മൾ വരവേറ്റത് വളരെ സന്തോഷത്തോടുകൂടെയാണ്. മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ ഒരു വർഷം കൊഴിഞ്ഞു പോയിരിക്കുകയാണ്. കേവലം ഒരു പുതിയ വർഷം കടന്നു വന്നു എന്നതിനപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നിന്നൊരു വർഷത്തെ എടുത്തു കളഞ്ഞിരിക്കുകയാണ്. ഇനി എത്ര കാലം നാം എല്ലാവരും ഈ ഭൂമിയിലുണ്ട് എന്ന് പറയാൻ കഴിയില്ല. ഏതായിരുന്നാലും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി 1448 വർഷം പൂർത്തിയായിരിക്കുകയാണ്. അതാണല്ലോ ഹിജ്റ എന്ന് പറയുന്നത്.
ഹിജ്റ കലണ്ടറിന്റെ തുടക്കം മുഹറമാണ്. അത് മഹാനായ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവാണ് ഹിജ്റ കലണ്ടർ സംവിധാനിച്ചിട്ടുള്ളത്. ഒരുപാട് മാനദണ്ഡങ്ങൾ മഹാന്റെ മുമ്പിൽ കടന്നു വന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബിഅ്സത്തിന്റെ അഥവാ നുബുവത്തിന്റെ സമയം നമുക്ക് മാനദണ്ഡമാക്കാമെന്ന് പറഞ്ഞു. പല അഭിപ്രായങ്ങളും വന്നു. അവസാനം ഹിജ്റയെ ആധാരമാക്കിക്കൊണ്ടാണ് സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഹിജ്റ കലണ്ടറിന് രൂപകൽപ്പന നടത്തിയത്. ഞാനിത് പറഞ്ഞത് മറ്റൊരു പോയിന്റിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ്. ചില ആളുകളൊക്കെ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തേ ചെയ്തത് അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അവിടുന്ന് എന്തേ പറഞ്ഞത് അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത്തരം ആരോപണങ്ങളിലൊന്നും, അത്തരം കുൽസിതമായ ശ്രമങ്ങളിലൊന്നും നമ്മൾ ആരും പെട്ടുപോകരുത്. അതിന്റെ ഏറ്റവും വലിയ പ്രകടമായ തെളിവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ കലണ്ടർ ഇല്ല. മഹാനായ അബൂ മൂസ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു കത്തെഴുതി, നിങ്ങള് പല ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് പല കാര്യങ്ങളും നടപ്പിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് കത്തെഴുതുന്നുണ്ട്. അതില് വർഷമില്ല. അതുകൊണ്ട് ഞങ്ങൾ കൺഫ്യൂഷനിലാണ്. ഏതാണ് മുൻഗണനാക്രമത്തിൽ ഏത് കാര്യമാണ് നടപ്പിലാക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കൺഫ്യൂഷനാണ്. അതുകൊണ്ട് കൃത്യമായി ഒരു കലണ്ടർ തയ്യാർ ചെയ്യണമെന്ന് മഹാനായ അബൂ മൂസ റളിയല്ലാഹു തആല അൻഹു നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മഹാനായ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കലണ്ടറിന് രൂപകൽപ്പന നടത്തുന്നത്. യഥാർത്ഥത്തിൽ നബി തങ്ങളുടെ കാലത്തില്ലാത്തതൊന്നും ഇപ്പൊ പറ്റൂല എന്ന് പറഞ്ഞാല് ഈ പറയുന്ന ആളുകൾ കലണ്ടർ ഉപയോഗിക്കാനേ പാടില്ല. ഓലെങ്ങനെയാണ് ഹിജ്റ കലണ്ടർ ഉപയോഗിക്കുക? ഹബീബിന്റെ കാലത്തില്ലാത്ത സംഗതിയല്ലേ. ഇവിടെ മുസ്ലിമീങ്ങൾക്കിടയിൽ പലരും വസ്വാസ് ഉണ്ടാക്കുന്നത് അപ്പേര് പറഞ്ഞിട്ടാണ്. റസൂലുള്ളാഹിന്റെ കാലത്ത് നബിദിനല്ലല്ലോ, റസൂലുള്ളാഹിന്റെ കാലത്ത് ഇതുപോലെ ഇരുന്നിട്ട് മൗലൂദ് ഓതിയിട്ടില്ലല്ലോ, അന്ന് മൗലൂദിന്റെ കിതാബില്ലല്ലോ, അന്ന് ഇതുപോലെ ഇരുന്നിട്ട് എന്താ പറയാ ഒരു ആലിമീങ്ങളുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് മുഅ്മിനീങ്ങൾ ഒന്നിച്ചിരുന്നു കൊണ്ട് ഇതുപോലെ പ്രത്യേകമായ ദിവസത്തിൽ പ്രത്യേകമായ രൂപത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടില്ലല്ലോ എന്നൊക്കെയാണ് പറയാ. എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, പരിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനും വിരുദ്ധമല്ലാത്ത, ഖുർആനിനും തിരുസുന്നത്തിനും വിരുദ്ധമല്ലാത്ത എല്ലാ പ്രവർത്തനങ്ങളും, നല്ല പ്രവർത്തനങ്ങളും പ്രോത്സാഹനജനകമാണ്, അത് പുണ്യമുള്ളതാണ് എന്നാണ് പരിശുദ്ധമായ ദീൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന, ഒരാൾ പരിശുദ്ധമായ ദീനിൽ ഒരു നല്ല ചര്യയുണ്ടാക്കി, നബി തങ്ങളുടെ കാലത്തൊന്നുമില്ല, നല്ലൊരു ചര്യയുണ്ടാക്കി. നോക്കൂ നിങ്ങൾ, ഈ മഹാന്റെ മഖബറയിൽ ചാരത്ത് ഇങ്ങനെ ഒരു മജ്ലിസ് ഈ കുടുംബം സംവിധാനിച്ചു. ഒരു നല്ലൊരു ചര്യ. ഇത് മുൻകാലത്ത് ഉണ്ടായിരുന്നോ? ഇല്ല. ഈ മഹാന്റെ വഫാത്തിന് ശേഷമല്ലേ ഇവിടെ ഉണ്ടായത്, അല്ലേ തങ്ങൾ പാപ്പ? നോക്കൂ നിങ്ങൾ, ഇതൊരു സുന്നത്തുൻ ഹസനത്താണ്. അതുകൊണ്ട് ഇവിടെ എന്താ നടക്കുന്നത്? ഒരുപാട് നന്മകൾക്ക് ഇവിടെ സാഹചര്യം ഒരുങ്ങുകയാണ്. ഇപ്പൊ ഈ ഒരു മജ്ലിസ് ഇല്ലെങ്കിൽ ഈ സമയത്ത് നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ സ്വലാത്ത് ഇല്ലോ, നമ്മൾ ഇതുപോലെ നസീഹത്ത് പറയോ കേൾക്കോ, നമ്മൾ കൂട്ടമായി തീർക്കോ? ഇല്ല. നമ്മൾ അവരവരുടെ ശുഗലിൽ വ്യാപൃതരായിരിക്കും. അപ്പൊ ഇതൊരു സുന്നത്തുൻ ഹസനത്താണ്. അങ്ങനെ ഒരു സുന്നത്തുൻ ഹസനത്ത് ഒരാൾ ഒരു ചര്യയുണ്ടാക്കിയാൽ സുബ്ഹാനല്ലാഹ്, അത് ഉണ്ടാക്കിയ ആൾക്കതിന്റെ പ്രതിഫലമുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ. മാത്രല്ല വഅജ്റു മൻ അമില ബിഹാ, ആ നന്മ ആരാണോ പ്രവർത്തിക്കുന്നത്, അതിനാരാണോ തുടർത്തിക്കൊണ്ടു പോകുന്നത്, അവരുടെ പ്രതിഫലവും തുടങ്ങിവെച്ചവർക്കുണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. തങ്ങൾ പാപ്പ എപ്പോഴും ദ്വാരക്കലുണ്ട്, പടച്ചോനെ ഈ മജ്ലിസ് നിലനിർത്തണേ. അത് വല്ലാത്തൊരു ദുആണ്. അത് നിലനിന്നാൽ പങ്കെടുക്കുന്നവർക്കും സംഘടിപ്പിച്ചവർക്കും ഈ ചര്യ തുടങ്ങി വെക്കുന്നവർക്കും അത് വല്ലാത്ത ജാരിയത്തായ സ്വതക്കയാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ കാലത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടത്തെ കാലത്ത് ഇല്ലാത്തത് ചെയ്യാൻ പാടില്ല എന്നത് വാസ്തവ വിരുദ്ധമാണ്. അത് പ്രമാണങ്ങൾക്കെതിരാണ്. ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പലതും, ഞാൻ ഉദാഹരണം പറയട്ടെ. അള്ളാന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഇന്ന് കാണുന്ന മുസ്ഹഫ് രൂപത്തിൽ മുസ്ഹഫില്ല.
നബി തങ്ങളുടെ കാലത്തുള്ളതേ ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ അത് പറയുന്ന ആളുകൾക്ക് ഇന്നത്തെ മുസ്ഹഫ് നോക്കിയിട്ട് ഖുർആൻ ഓതാൻ പറ്റൂല. നബി തങ്ങളുടെ കാലത്ത് സുബ്ഹാനല്ലാഹ് പലകകളിലും അതുപോലെ മറ്റുള്ള പല സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ തോലിലൊക്കെയാണ് എഴുതി വച്ചിരുന്നത്. പിന്നീട് ജംഅ ചെയ്യണമെന്ന അഭിപ്രായം വന്നപ്പോ മഹാന്മാരായ ഖുലഫാഉർ റാഷിദിന്റെ കാലഘട്ടത്തിലാണ് മുസ്ഹഫ് രൂപത്തിൽ ഇന്ന് കാണുന്ന മുസ്ഹഫ് പോലെ രൂപാന്തരപ്പെട്ടത്. ഇന്ന് പോലെ എന്ന് പറഞ്ഞാൽ ഹർക്കത്തൊന്നുമില്ല, ഹർക്കത്തും പുള്ളിയും വള്ളിയും പുള്ളിയൊക്കെ പിന്നെ ഉണ്ടായത്. അപ്പൊ നബി തങ്ങളുടെ കാലത്തില്ലാത്തതാണെങ്കിലും അത് സുന്നത്തുൻ ഹസനത്താൻ, അതുകൊണ്ടാണ് നമുക്കത് അംഗീകരിക്കാൻ പറ്റിയത്. നബി തങ്ങളുടെ കാലഘട്ടത്തിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് നമ്മൾ റമളാനിൽ നിസ്കരിക്കുന്നത് പോലെ ഒരു ഇമാമിന്റെ പിറകിൽ ജമാഅത്തായി 20 റക്അത്ത് നിസ്കാരം അന്ന് നടന്നിട്ടില്ല. അത് കൊണ്ടുവന്നത് ആരാണ്? മഹാനായ അമീറുൽ മുഅ്മിനീൻ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. എന്തേ ഈ ഉമർ റളിയല്ലാഹു അറിയൂലേ നബി തങ്ങളുടെ കാലത്ത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പറ്റൂല എന്നുള്ളത്? അങ്ങനെയല്ല ദീനെ മനസ്സിലാക്കിയത്. ശറഇന് വിരുദ്ധമല്ലാത്ത, പരിശുദ്ധമായ ഖുർആനിനും സുന്നത്തിനും വിരുദ്ധമല്ലാത്ത എന്തു നല്ല കാര്യങ്ങളും നമുക്ക് സംഘടിപ്പിക്കാം. അതിന് ഒരു വിരോധവും ഇല്ല. അത് പ്രതിഫലാർഹമാണ്. അങ്ങനെ ഒട്ടനവധി നമുക്ക് ചരിത്രങ്ങളും സംഭവങ്ങളും കാണാനും കഴിയും. നോക്കൂ, നിങ്ങൾ നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായി. എന്താ സംഭവം എന്നറിയോ? സ്വഹാബത്ത് വന്നിട്ട് നബിയോട് സങ്കടം പറഞ്ഞു, പരാതി പറഞ്ഞു, നബിയെ, ഞങ്ങളെ ഇമാമ്, ഞങ്ങൾക്ക് നിസ്കാരത്തിന് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ റാത്തിബായ ഇമാമ്, മൂപ്പര് എല്ലാ നിസ്കാരത്തിലും ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ ഒരു വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതും, എന്നിട്ട് പിന്നെ വേറൊരു സൂറത്ത് ഓതും. നബിയെ, ഇത് നിങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ലല്ലോ, നിങ്ങൾ പഠിപ്പിച്ചാത്ത കാര്യമാണ് ഞങ്ങൾ ഇമാമ് ചെയ്യണത്. അതുകൊണ്ട് ഇതിന് ഒരു നിലപാട് നിങ്ങൾ സ്വീകരിക്കണം, ഇതിന്റെ നടപടി നിങ്ങൾ സ്വീകരിക്കണമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് പരാതിയുമായി വന്നപ്പോ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഇമാമിനെ വിളിപ്പിച്ചു. അല്ല, നിങ്ങളെ പറ്റി ഇങ്ങനെ ഒരു പരാതി കേൾക്കുന്നുണ്ടല്ലോ, ഞാൻ പഠിപ്പിക്കാത്തൊരു സമ്പ്രദായമാണ് എല്ലാ ഫർദ് നിസ്കാരത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. ഞാൻ പഠിപ്പിച്ചിട്ടില്ലല്ലോ, എന്റെ സുന്നത്താണ് അല്ലല്ലോ. എന്താണ് ഇതിന്റെ പിന്നിലെ ചേതോ വികാരം എന്ന് ചോദിച്ചപ്പോ ഹദീസിലുണ്ട് സംഭവം. ഈ പ്രിയപ്പെട്ട സ്വഹാബി പറഞ്ഞൊരു വാക്കുണ്ട്, നബിയേ, ഇന്നി ഉഹിബ്ബുഹാ. എന്താന്നറിയില്ല നബിയെ, എനിക്ക് ഇഖ്ലാസ് സൂറത്ത് എന്ന് പറഞ്ഞ ഭയങ്കര ഇഷ്ടാണ്, എനിക്കത് ഓതാതിരിക്കാൻ പറ്റുന്നില്ല. യഥാർത്ഥത്തിൽ ഇവന്മാര് പറയുന്നത് പോലെയാണ് സത്യമെങ്കിൽ നബി തങ്ങൾ എന്താ പറയേണ്ടത്? ഇജ്ജ് പൊയ്ക്കോ, ഇജ്ജ് സുന്നത്തിന് എതിര് കാണിച്ച ആളാണ്, അനക്കൂടെ സ്ഥാനല്ല, ഇജ്ജ് പൊയ്ക്കോ. അല്ലെങ്കിൽ ശകാരിക്കണ്ടേ, അല്ലെങ്കിൽ തെറ്റാണ് തിരുത്തണമെന്ന് പറയണ്ടേ, ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയണ്ടേ? ഹദീസിൽ കാണാം, ഹബീബായ നബി തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞത്, ഹുബ്ബുക ഇയ്യാഹാ അദ്ഖലകൽ ജന്ന. ഇഖ്ലാസ് സൂറത്തിനോട് ഇത്രക്ക് വലിയ മഹബ്ബത്ത് കൊണ്ടാണ് നിങ്ങളെ ചെയ്യണമെങ്കിലേ ആ ഇഖ്ലാസ് സൂറത്തിനോടുള്ള ഹുബ്ബ് നിങ്ങളെ സ്വർഗത്തിൽ കടത്തിയിരിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ. ഇതിനൊക്കെ എന്താണ് ഇന്നത്തെ പുത്തൻവാദികൾ മറുപടി പറയാ? നമുക്കൊരു പരിപാടി നടത്താൻ പറ്റും, നമുക്ക് മൗലൂദ് ഓതാൻ പറ്റൂല, റാത്തീബ് എല്ലാം പറ്റൂല, നമുക്ക് നബിദിനം നടത്താൻ പാടില്ല, അതൊക്കെ ബിദ്അ. ഇവരെന്താ പറയുന്ന മറുപടി എന്നറിയോ നിങ്ങള്? കുല്ലു ബിദ്അത്തിൻ ളലാല, കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പിൽക്കാലത്തുണ്ടായ എല്ലാ സംഗതികളും അത് ബിദ്അത്താണ്, ളലാലത്താണ്. വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ ളലാലത്തും പഴച്ച കാര്യങ്ങളും നരകത്തിലാണ് എന്നാ. യഥാർത്ഥത്തിൽ ഇവിടെ മഹാന്മാരായ മുഹദ്ദിസുകൾ അതിന് വ്യാഖ്യാനം പറഞ്ഞിട്ടില്ലേ? കുല്ലു ബിദ്അത്തിൻ ളലാല എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഉലമാ വിശദീകരിച്ചിട്ടുണ്ട്, കുല്ലു ബിദ്അത്തിൻ സയ്യിഅത്തിൻ ളലാല. നല്ല ഹസനത്തുകൾ അത് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഒരുപാട് നല്ല ഹസനത്തുകൾ നമുക്കതിന്റെ അസ്ലുണ്ടായാൽ മതി. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇവിടെ നടക്കുന്ന മജ്ലിസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്താണ്. സ്വലാത്ത് ചൊല്ലാൻ ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? അല്ലേ?
ഉണ്ട്. നബി തങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലേ, ഉണ്ട്. അതിന് സാഹചര്യം ഒരുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. മഹാന്മാരുടെ മദ്ഹ് പറയണമെന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചതല്ലേ? അതിന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രോത്സാഹനം തന്നതല്ലേ? അതല്ലേ ഇവിടെ നടക്കുന്നത്? ഇൽമു പഠിക്കണം. ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. അത് ബേസാണ്, അത് അസുലാണ്. അതിന്റെ ആധുനിക രൂപമാണ് ഇന്നത്തെ മദ്രസയും കോളേജും ഹിഫ്ദുൽ ഖുർആൻ കോളേജും മറ്റുള്ള സംവിധാനങ്ങളൊക്കെ. അപ്പൊ ഒരാൾ പറയാണ് അത് പറ്റൂല. റസൂലുള്ളാഹിന്റെ കാലത്ത് ബെഞ്ചില്ല, ഡെസ്ക് ഇല്ല, കാർപ്പറ്റ് ഇല്ല, ബോർഡില്ല, ചോക്കില്ല, ടൈം ടേബിൾ ഇല്ല, ബെല്ലടിക്കലില്ല എന്ന് പറഞ്ഞാല് എത്രമാത്രം വിഡ്ഢിത്തമാണത്. ആ അസുലാകുന്ന പരിശുദ്ധമായ ദീനി ഉലൂമ് പഠിക്കുക എന്നതിന്റെ ആധുനികവൽക്കരണമാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ശർഇന് വിരുദ്ധമല്ല, അത് ഖുർആനിന് വിരുദ്ധമല്ല, സുന്നത്തിന് വിരുദ്ധമല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പുത്തൻവാദികളുടെ ഈ വികലമായ വിദണ്ഡമായ വാദങ്ങൾ കേട്ടിട്ട് നമ്മൾ വസ്വാസായി പോകരുത്. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. നമ്മൾ നിലകൊള്ളുന്ന പാത എന്ന് പറഞ്ഞാല് 100% ഹക്കായ പാതയാണ്. ഇത് സുന്നത്തു ജമാഅത്തിന്റെ പാതയാണ്. നമുക്ക് പരിശുദ്ധമായ ഖുർആൻ, അതുപോലെ സുന്നത്ത്, ഇജ്മാഅ്, ഖിയാസ്, അവിടെയാണ് നമ്മൾ നിലനിൽക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ഈ 4 പ്രമാണങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രമാണം കൊണ്ട് നമുക്ക് തെളിയിക്കാൻ സാധിക്കും. പിന്നെ എന്തിനാ നമ്മൾ ബേജാറാകുന്നത്? ഇവർ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ ലോകത്ത് കഴിഞ്ഞു പോയ മഹാന്മാര് മുഴുവനും നരകത്തിലാണെന്ന് വരൂല. എത്രമാത്രം ഗുരുതരമായ ആരോപണമാണത്. മഖബറുകൾ സിയാറത്ത് ചെയ്യാൻ പറ്റൂല, ബർക്കത്തെടുക്കാൻ പാടില്ല. ആര് പറഞ്ഞു? എവിടെയാണ് അവർക്ക് പ്രമാണം? നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി പ്രമാണങ്ങളുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട നാവിൽ നിന്ന് ദീന് കേട്ട് പഠിച്ച സ്വഹാബ, അവരിൽ നിന്നും ദീന് കേട്ട് പഠിച്ച മഹാന്മാരായ താബിഈങ്ങൾ, താബിഉ താബിഈങ്ങൾ, മഹാന്മാരായ മദ്ഹബിന്റെ അഇമ്മ, എല്ലാവരും ചെയ്ത പണിയല്ലേ ഖബർ സിയാറത്ത്? മഹാന്മാരുടെ അടുത്ത് പോയിട്ട് ഖബർ സിയാറത്ത് ചെയ്യൽ. എന്തെങ്കിലും ഒരു പ്രയാസം എനിക്ക് വന്നാൽ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എന്തെങ്കിലും ഒരു പ്രയാസം എനിക്ക് നേരിട്ടാൽ ഞാൻ മഖ്ബറ പോയി സിയാറത്ത് ചെയ്യും, അതോടുകൂടി എന്റെ പ്രശ്നം തീരും. എത്ര മഹാന്മാരാ പറഞ്ഞത്, ഞാൻ അങ്ങോട്ട് കൂടുതൽ കടക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ പരിശുദ്ധമായ ദീനിൽ അസ്ലുള്ള കാര്യങ്ങളാണ്. പിന്നെ ബർക്കത്തെടുക്കുക എന്ന് പറയുന്ന സംഗതി, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എവിടെയാണ് അതിന് തെറ്റ്? ബറക്കത്ത് എടുക്കണമെന്നല്ലേ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചത്? ഞാൻ ഒറ്റ സംഭവങ്ങളോട് പറയാം. മഹാനായ നബിയുല്ലാഹി യഅഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലേ? ആരാണ്? യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിതാവാണ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഒരു സമയത്ത് നഷ്ടപ്പെട്ടു മഹാനായ യഅഖൂബ് നബിക്ക്. ഞാൻ വിശദീകരിക്കുന്നില്ല. അങ്ങനെ കരഞ്ഞ് 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 മഹാനായ യഅഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു പോയി. പിന്നീട് ഒരിക്കൽ മഹാനായ യഅഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാഴ്ച ശക്തി തിരിച്ചു കിട്ടി. കാരണം എന്താണ്? എന്താ കാരണം? യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖമീസ്, യൂസുഫ് നബി ധരിച്ചിരുന്ന കുപ്പായം, ഖമീസ്, അത് കൊണ്ടുപോയി യഅഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഖത്തിട്ട് കൊടുത്തപ്പോൾ യഅഖൂബ് നബിക്ക് കാഴ്ച കിട്ടി. ഇത് ഖുർആനല്ലേ? ഇതിനെ നിഷേധിക്കാൻ പറ്റുമോ? യൂസുഫ് നബി പറയാണ് സഹോദരങ്ങളോട്, ഇദ്ഹബൂ ബിഖമീസി ഹാദാ ഫഅൽഖൂഹു അലാ വജ്ഹി അബീ യഅതി ബസീറാ. ഈ ആയത്തിനെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിക്കും ഇന്നത്തെ പുത്തൻവാദികൾ? നിങ്ങൾ ഇന്റെ കമീസ് കൊണ്ടുപോയിട്ട് എന്റെ ഉപ്പാന്റെ മുഖത്തിട്ട് കൊടുത്താൽ യഅതി ബസീറാ, കാഴ്ച തിരിച്ചു കിട്ടിക്കോളും. എന്താ ഈ കുപ്പായത്തിന്റെ പ്രത്യേകത? ഈ കുപ്പായം യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ധരിച്ച കുപ്പായമാണ്. അത് ബറക്കത്തുള്ള ഖമീസാണ്. അതാണ് മഹാനായ യഅഖൂബ് നബിയുടെ മുഖത്തിടാൻ പറഞ്ഞത്. മുഖത്തിട്ട് കൊടുത്തപ്പോ ഖുർആനാണ് പറയുന്നത്, ഫർതദ്ദ ബസീറാ, യഅഖൂബ് നബിക്ക് കാഴ്ച ശക്തി തിരിച്ചു കിട്ടി. ഇതല്ലേ ബർക്കത്തെടുക്കുക എന്ന് പറയുന്നത്? ഇന്ന് നാം ആചരിക്കുന്ന, അനുഷ്ഠിക്കുന്ന, വിശ്വസിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളുമെല്ലാം ഞാൻ പറഞ്ഞു വരുന്നത് പ്രമാണബദ്ധമാണ്.
പ്രമാണങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്തു ജമാഅത്തിന്റെ പാതയിൽ മരണം വരെ അടിയുറച്ചു നിൽക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. മറ്റുള്ളവരെ പറയുന്ന കേൾക്കാനൊക്കെ സുഖാണ്, ഖുർആന് സുന്നത്ത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കാനും പ്രസംഗിക്കാനും സുഖാണ്. പക്ഷേ ഈമാനിലെ ലദ്ദത്ത് കിട്ടൂലട്ടോ. ഈമാനിന്റെ രസം ബിദ്അത്തിലേക്ക് പോയാൽ ഈമാനിന്റെ രസം നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ മഹാന്മാരായ ഉലമാക്കൾ പരിശോധിച്ച് നോക്കിയും, ഞാൻ ദീർഘമായി സംസാരിക്കണില്ല. ഈ സുന്നത്തു ജമാഅത്തിന് വേണ്ടി ജീവാർപ്പണം നടത്തിയ നമ്മുടെ മഹത്തുക്കളായ ഉലമാ, അവരുടെ ആഖിബത്ത് മാത്രം നിങ്ങൾ പരിശോധിച്ചാൽ മതി. ഉദാഹരണം ഞാൻ പറയട്ടെ, ബർക്കത്തിന് വേണ്ടി മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ആരാ ശൈഖുനാ ശംസുൽ ഉലമാ? ശൈഖുനാ ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസിനെ പറ്റി ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു പണ്ഡിതൻ പറയുന്നത് ഞാൻ നേരിട്ട് കേട്ടതാണ്. ഒരു പ്രഭാഷണ സദസ്സിൽ മുഖ്യ പ്രഭാഷണം എനിക്കാണ്, മഹാനായ ഉസ്താദ് ഉദ്ഘാടനം ചെയ്യാണ്. ഉദ്ഘാടന പ്രസംഗത്തിൽ ഉസ്താദ് പറഞ്ഞു, എവിടെ വെച്ച സംഭവം എന്നറിയോ? കണ്ണൂർ ജില്ലയിലെ പെരിങ്ങത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ മഹാനായ അലിയുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ മഖാമുണ്ട്. അതിന്റെ ചാരത്ത് വെച്ച് ഈ മഹാനായ ഇന്നും ജീവിച്ചിരിക്കുന്ന മഹാനായ പണ്ഡിതൻ പറയാണ് അവിടുന്ന്, ഒരിക്കൽ ശൈഖുനാ ശംസുൽ ഉലമാ മഹാനായ പെരിങ്ങത്തൂരിൽ കിടക്കുന്ന അലിയുൽ കൂഫി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വന്നു. ദൂരെ നിന്ന് തന്നെ കാലിൽ നിന്ന് ചെരിപ്പഴിച്ച് കൈ പിടിച്ചു. ആലോചിച്ച് നോക്കിയേ. എന്നിട്ട് മഹാനായ അലിൽ കൂഫി തങ്ങളുടെ മഖാമിന്റെ മുമ്പിൽ അങ്ങ് നിന്നിട്ട് സലാം പറഞ്ഞിട്ട്, അലിയുൽ കൂഫി തങ്ങളെ ഞങ്ങളെ കാക്കണേ. ഇതല്ല കൂട്ടരെ ഇസ്തിഗാസ, ഇതിനല്ലേ ഇസ്തിഗാസ എന്ന് പറയുന്നത്. ഇങ്ങനെ ഇസ്തിഗാസ നടത്തി ജീവിച്ച മഹാന്മാരോട് വലിയ അദബ് കാണിച്ച് ജീവിച്ച മഹാന്മാരുടെ മഖ്ബറകൾ മുഴുവനും നിരന്തരം സിയാറത്ത് ചെയ്ത മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ സിയാറത്ത് ചെയ്തിട്ടുണ്ടാവുക മഹാനായ ഇടിയങ്ങരയിൽ കിടക്കുന്ന മഹാനായ മുഹമ്മദ് ശംസുദ്ദീൻ അലാഉദ്ദീൻ ഹംസി തങ്ങളെയായിരിക്കും. വലിയ ബന്ധമായിരുന്നു. വഫാത്തിന്റെ തലേ ദിവസം പോലും അവിടെ പോയിട്ട് സിയാറത്ത് ചെയ്തു വന്നത് മണിക്കൂറുകളോളം നീണ്ട സിയാറ. ആ ഇടിയങ്ങര മഖാമിലേക്കും മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ദൂരെ നിന്ന് ചെരിപ്പഴിച്ചുകൊണ്ടാണ് കടന്നു ചെന്നിരുന്നത്. എത്ര വലിയ അദബാണ്, എത്ര വലിയ മഹാന്മാരോട് എത്ര വലിയ തഅല്ലുഖാണ് ആ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ. സ്ത്രീകൾ പള്ളിയിൽ പോവാൻ ജുമുഅ ജമാഅത്തിന് വേണ്ടി പള്ളിയിൽ പോകേണ്ടതില്ല എന്ന് ജീവിതകാലം മുഴുവൻ പ്രസംഗിച്ചും എഴുതിയും നടന്ന ശൈഖുനാ ശംസുൽ ഉലമ. അതുപോലെ തന്നെ ഖുതുബ അറബി ഭാഷയിൽ തന്നെ ആവണമെന്ന് പ്രമാണങ്ങളെ കൊണ്ട് സമർത്ഥിക്കാൻ തന്റെ ജീവിതം ഉപയോഗപ്പെടുത്തിയ ശൈഖുനാ ശംസുൽ ഉലമ. ഇന്ന് പല സ്ഥലങ്ങളിലും മറപെട്ട് കിടക്കുന്ന മഹാന്മാരുടെ പേരിൽ മദ്ഹുകളും മർസിയത്തുകളും രചിച്ച മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ, മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ തങ്ങളുടെ പേരിൽ മൗലിദ് ഓതുക മാത്രമല്ല, മൗലിദ് കൈപ്പട കൊണ്ട് രചിച്ച മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ. എങ്ങനെയാ വഫാത്തായത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉറക്കെ ചൊല്ലി ഒരു സുബ്ഹി ബാങ്കിന്റെ സമയത്ത് പള്ളിമിനാരങ്ങളിൽ നിന്ന് സുബ്ഹി ബാങ്കിന്റെ അമരധ്വനി അന്തരീക്ഷത്തിൽ അലയടിക്കുമ്പോ അതിനു മറുപടിയായി ഓരോ കലിമത്തുകളും പറഞ്ഞ് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ടല്ലേ നമ്മുടെ മഹാനായ ശൈഖുന ലോകത്തോട് വിട പറഞ്ഞത്. ഇവരീ പറയുന്ന പോലെ ഇതൊക്കെ ശിർക്കും കുഫറും ബിദ്അത്തും ഖുറാഫാത്തും ആണെങ്കിൽ മുഅ്മിനീങ്ങളെ എങ്ങനെയാണ് കലിമ ചൊല്ലി മരിക്കുക എന്ന് പറയുന്നത്? എന്റെ മുത്തുനബി പറഞ്ഞത്, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖലൽ ജന്ന. ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാൽ ആ മനുഷ്യൻ സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു. യദ്ഖുലൂനല്ല, അറബി ഭാഷ അറിയുന്നവർക്കറിയാം. ദഖല എന്ന് പറഞ്ഞ ഫീൽ മാദിയ, കടന്നു, നോ എനി ഡൗട്ട്. ഇവരാണ് നമ്മുടെ മാതൃകാ പുരുഷന്മാർ. അവരാ നമുക്ക് സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ചത്. അവരെക്കാളും വലിയ മുഫ്തികളാവാൻ നമ്മൾ ശ്രമിക്കണ്ട. പരിശുദ്ധമായ ദീന് പഠിക്കേണ്ടത്
പരിശുദ്ധമായ ദീൻ പഠിക്കേണ്ടത് മഹാന്മാരായ സ്വാലിഹീങ്ങളിലൂടെയാണ്. വെറുതെയല്ലല്ലോ ഖുർആൻ പറഞ്ഞത് വകൂനൂ മഅസ് സ്വാദിഖീന പറഞ്ഞത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടുന്ന് വിട പറഞ്ഞു പോകുമ്പോഴേ എന്ത് സുഖണ്ടായിരുന്നു. ഒരു മുസ്ഹഫ് രൂപത്തിൽ പരിശുദ്ധമായ ഖുർആനിലെ 6666 ആയത്തുകളും 114 സൂറത്തുകളും കൃത്യമായി മുസ്ഹഫ് രൂപത്തിലാണ്ട് ആക്കിയിട്ട് സ്വഹാബത്തിനെ കയ്യിലാണ് കൊടുത്തിട്ട് ഞാൻ പോകട്ടില്ലേ, ഇതനുസരിച്ചാണ് ജീവിച്ചോളി എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? പക്ഷേ അള്ളാന്റെ ഹബീബ് പറഞ്ഞത് മൻ യഅ്ശ മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറാ, ഞാനിതാ പോവാണ്, എന്റെ വഫാത്തിന് ശേഷം വല്ല അഭിപ്രായ ഭിന്നതയും ഉടലെടുത്താൽ നിങ്ങൾ ഖുർആൻ മറിച്ച് നോക്കിക്കോളി എന്നല്ല പറഞ്ഞത്. ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. ഞാൻ ഖുർആനെ കൊച്ചാക്കില്ലട്ടോ, അങ്ങനെ തോന്നണ്ട. എന്തുകൊണ്ടാ റസൂൽ അങ്ങനെ പറഞ്ഞത്? അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കറിയാം ഇവിടെ പരിശുദ്ധമായ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവരാണ് ഖുലഫാഉർ റാഷിദുകൾ. അപ്പൊ നമ്മൾ ഖുലഫാഉർ റാഷിദിനെ നോക്കിയാൽ മതി, അവരെന്താ ചെയ്തത് നോക്കിയാൽ മതി. ഉമർ റളിയല്ലാഹു അൻഹു റസൂൽ ചെയ്യാത്ത കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാന്റെ ഹബീബിന്റെ ഭാഷയിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗക്കാരനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉമർ റളിയല്ലാഹു അൻഹു നമുക്ക് പ്രമാണമല്ലേ? എന്താണ് നബി തങ്ങൾ പറഞ്ഞത്? ഉമറും ഫിൽ ജന്ന, അല്ലാഹുവിന്റെ സ്വർഗത്തിലാണ്. ആ സ്വർഗത്തിലാണെന്ന് നബി തങ്ങളുടെ നാവ് കൊണ്ട് പറഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു അല്ലേ 20 റക്അത്ത് തറാവീഹ് ഇമാമിന്റെ കീഴിൽ സംഘടിപ്പിച്ചത്? അതിനെപ്പോലും ചോദ്യം ചെയ്യുന്ന ആധുനിക പുത്തൻവാദികൾ, അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. പെട്ടുപോകരുത് മുഅ്മിനീങ്ങളെ. ഏറ്റവും വലിയ അപകടമാണ് ബിദ്അത്ത്. ശരീരത്തിന് ബാധിക്കുന്ന ക്യാൻസർ ആണെങ്കിൽ മരണേ സംഭവിക്കുള്ളൂ. വിശ്വാസത്തെ ബാധിക്കുന്ന ക്യാൻസറാണ് ബിദ്അ. അതിലേക്ക് പോയാൽ പിന്നെ തിരിച്ചു വരാൻ കഴിയൂല. അതുകൊണ്ട് നഷ്ടപ്പെടുന്നത് ആഖിറമാണ്, സ്വർഗമാണ്. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാല് തഅളീമു മാ അല്ലമല്ലാ, അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുക. മഹാന്മാരെ ആദരിക്കാൻ പരിശുദ്ധമായ ദീന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഹജ്ജ് കഴിഞ്ഞിട്ട് ഹാജിമാര് നാട്ടിലെത്തിയ സമയമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയ 4000 കൊല്ലം മുമ്പ് ഒരു പെണ്ണ് 2 കുന്നുകൾക്കിടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയതിനെ സ്മരിക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയാണ് നിങ്ങൾ പോയിട്ട് സഅയ് ചെയ്യുന്നു. ഇതിന്റെ ലോജിക്ക് എന്താ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തിനാ ചെയ്യാൻ പറഞ്ഞത്? അത് ലോകത്ത് കഴിഞ്ഞു പോയ തവക്കുലിന്റെ പ്രതീകമായ ആളുരൂപമായ ഒരു പെണ്ണാണ്, കേവലം പെണ്ണല്ല. മഹദിയായ സയ്യിദത്തുനാ ഹാജറ റളിയല്ലാഹു അൻഹാ. ആ മഹദിയെ സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ സഅയിന് ചെയ്യുന്നത് അല്ലേ? മഹാന്മാരുമായി ബന്ധപ്പെട്ട് ജീവിക്കാനാ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ചിന്തിക്കണം. മഹാനായ സയ്യിദുനാ നബിയുല്ലാഹി ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട വെള്ളമാണ് സംസം എന്ന് പറയുന്ന അത്ഭുതത്തിന്റെ നീരുറവ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ആ മഹാന്മാരുമായി ഒരു മനുഷ്യന് സംസം കുടിക്കുമ്പോ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഓർക്കാതെ സംസം കുടിക്കാൻ കഴിയോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എങ്ങനെയാണ് പിന്നെ പുണ്യാത്മാക്കൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക? കഴിയില്ല നമുക്ക്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വകൂനൂ മഅസ് സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധരുടെ കൂടെയാവണം. അള്ളാഹു അങ്ങനെ തന്നെ ജീവിച്ച് അങ്ങനെ തന്നെ മരിക്കാൻ തൗഫീക്ക് തരട്ടെ. നിങ്ങൾ കണ്ടില്ലേ 2-3-4 ദിവസം ഒരാഴ്ചയായി എന്ന് എനിക്ക് തോന്നുന്നത് കർണാടകയിലെ ഒരു ലത്തീഫ് മദനി ഉസ്താദ് അല്ലേ, സുബ്ഹാനല്ലാഹ്, ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ പ്രബോധകനായ ഉസ്താദാണ്, സുന്നിയായ ഉസ്താദാണ്. ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുമ്പോ 2 ഷഹാദത്ത് കലിമയും ഉച്ചസ്ഥരം വിളിച്ചു പറഞ്ഞ് ആ മിഹ്റാബിൽ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു. മുഅ്മിനീങ്ങളെ, ഇതൊക്കെ ദൃഷ്ടാന്തമാണ്. ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാതൊക്കെ മതി. ആ ഉസ്താദ് ഖുതുബിയത്ത് ഓതിയ ഉസ്താദല്ലേ? മഹാനായ ഗൗസുൽ ആദം റിഫായി ശൈഖ് തങ്ങളെ ഖുതുബിയത്തിൽ 1000 തവണ വിളിച്ച ഉസ്താദല്ലേ? ഒരുപാട് ഇവര് ശിർക്കാണെന്ന് പ്രചരിപ്പിക്കുന്ന മങ്കൂസ് മൗലൂദ് ഓതിയ ഉസ്താദല്ലേ? ആ പ്രിയപ്പെട്ട ഉസ്താദ് വുദൂഓടുകൂടി അള്ളാഹുവിന്റെ മസ്ജിദിൽ മിഹ്റാബിൽ കടന്ന് 2 ഷഹാദയും ഉറക്കെ ചൊല്ലിയിട്ട് മരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളും കൊതിക്കണതാ മരണല്ലേ? എവിടെയാ നമുക്ക് പഴ പറ്റിയത്?
എവിടെയാ നമുക്ക് പിഴച്ചത്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, 100% ഹക്കായ പാതയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒരു തരി പോലും നമ്മൾ പുറകോട്ടടിക്കരുത്. ഒരുപാട് വസ്വാസുകൾ, ആഖിർ സമാനാണ്, നമ്മളെ ഈമാൻ നഷ്ടപ്പെടുത്താൻ വേണ്ടി ഒരുപാട് വസ്വാസുകൾ ഉണ്ടാക്കാൻ ഇവിടെ ആളുകളുണ്ട്. ആർക്കും തലവെച്ചു കൊടുക്കരുത്. ഈമാനിനെ കട്ടെടുക്കാൻ ഒരാളെയും നമ്മൾ അനുവദിക്കരുത്. അള്ളാഹു നമ്മുടെ ഈമാൻ രക്ഷപ്പെടുത്തി തരട്ടെ. ഞാൻ ദീർഘമായി സംസാരിക്കണില്ല. പരിശുദ്ധമായ ഷഹറുല്ലാഹിൽ മുഹറമിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. വളരെ പവിത്രമായ ദിനരാത്രങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ 3 പത്തുകൾക്കാണ് പ്രാധാന്യം. 1 മുഹറമിലെ ആദ്യത്തെ 10 ദിവസം, 2 ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസം, 3 റമളാനിലെ ഒടുവിലത്തെ 10 ദിവസം. 3 പത്തുകൾ എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തിലെ പ്രധാനപ്പെട്ട 10 ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിൽ ഏറ്റവും പ്രധാനമായി ഇനി വരാൻ പോകുന്നത്, മുഹറം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന 2 ദിവസമാണ്. ഒന്ന് താസുആഉം ആശുറാഉം. നമ്മുടെ ഖാദിമാർ ഉറപ്പിച്ചതനുസരിച്ച് താസുആ അഥവാ താസുആ എന്ന് പറഞ്ഞാൽ 9ാമത്തെ ദിവസം എന്നാണ് അതിന്റെ വേർഡ് മീനിങ്. 9ാമത്തെ ദിവസം മുഹറം 9 വരുന്ന വ്യാഴാഴ്ചയാണ്. മുഹറം 10 വരുന്ന വെള്ളിയാഴ്ചയാണ്. വളരെ പവിത്രമായ 2 ദിവസങ്ങളാണ്. അതിനാദരിക്കേണ്ടതുപോലെ ആദരിക്കണം. നിങ്ങൾക്കറിയോ, ഈ സ്വലാത്തിന് ഭയങ്കര കൂലിയാ. ഇത് മുഹറം മാസത്തെ സ്വലാത്താണ്, മറ്റുള്ള മാസങ്ങളെ പോലെയല്ല. മുഹറം മാസത്തെ സ്വലാത്തിന് വലിയ സ്വലാത്ത് എന്ന് മാത്രമല്ല, എന്ത് സുഹൃതങ്ങളാകട്ടെ അതിന് ഇരട്ടി പ്രതിഫലമാണ്. തെറ്റും അങ്ങനെ തന്നെയാണ്. ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസക്കും എന്നതിൻ്റെ ആയത്ത് നമ്മൾ പഠിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും. അള്ളാഹു ശറഫാക്കപ്പെട്ട, അള്ളാഹു യുദ്ധം ഹറാമാക്കിയ ശറഫാക്കപ്പെട്ട മാസങ്ങളിൽ നിങ്ങൾ സ്വന്തം ശരീരത്തോട് അതിക്രമം കാണിക്കരുത്, അഥവാ നിങ്ങൾ തെറ്റ് ചെയ്യരുത്. എന്തുകൊണ്ട്? അത് ഗൗരവമാണ്. മുഹറം മാസത്തിൽ തെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഗുരുതരമായ തെറ്റാണ്. അള്ളാഹു നമ്മൾ രക്ഷപ്പെടുത്തട്ടെ. ഞാനിത് പറയുമ്പോഴും ലോകകപ്പിന്റെ ആരവങ്ങൾക്കിടയിൽ നട്ടപ്പാതിരക്ക് നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് എഴുന്നേറ്റ് കളി കണ്ടിട്ട് സുബ്ഹി നിസ്കരിക്കാതെ ഖളാ ആയിട്ട് കടന്നുറങ്ങുന്നുണ്ടെങ്കിൽ അവരുടെ ഈമാൻ നഷ്ടപ്പെടാൻ അത് മാത്രം മതിയാകും. ഇത് മുഹറം മാസമാണ്, കുട്ടിക്കളിയല്ല. നമുക്ക് അവരോട് ദേഷ്യമല്ലട്ടോ, സ്നേഹത്തോടെയാണ് പറയുന്നത്, സങ്കടം കൊണ്ടാണ് പറയുന്നത്. അള്ളാഹു നമ്മളെ മക്കൾക്കൊക്കെ ഹിദായത്ത് കൊടുക്കട്ടെ. അള്ളാഹു മക്കൾക്കൊക്കെ ഹിദായത്ത് കൊടുക്കട്ടെ. നല്ല ബുദ്ധി അള്ളാഹു നമ്മുടെ ചെറുപ്പക്കാർക്ക് കൊടുക്കട്ടെ. കളി വേണം, ആവേശം വേണം, ഒക്കെ വേണം. അതിര് കടക്കരുത്. നമ്മുടെ ആയുസ് വളരെ പ്രധാനമാണ്, സമ്പത്ത് വളരെ പ്രധാനമാണ്, ഊർജം പ്രധാനമാണ്, ആരോഗ്യം പ്രധാനമാണ്. എല്ലാവരും നാളെ മഹ്ശറയിൽ ഖേദം പ്രകടിപ്പിക്കുക സമയത്തെപ്പറ്റി ആലോചിച്ചുകൊണ്ടായിരിക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടില്ലേ? നമുക്കെവിടെയാണ് നഷ്ടപ്പെടുത്താൻ സമയമുള്ളത്? അള്ളാഹു നമ്മുടെ ആയുസ്സിലും സമയത്തിലൊക്കെ വലിയ ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. 1-2 അമലുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധമായ മുഹറമിലെ പ്രധാനപ്പെട്ട 2 ദിവസങ്ങളാണ് ദുൽഹിജ്ജ. മുഹറം 1 മുതൽ 10 വരെ നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്താണ്. അതിൽ ഏറ്റവും പ്രധാനം മുഹറം 9ഉം 10ഉമാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം മുഹറം 10ന്റെ നോമ്പാണ്, അഥവാ ആശൂറയുടെ നോമ്പാണ്. ഒരു കാലത്ത് റമളാനിൽ നോമ്പ് നിർബന്ധമാകുന്നതിന്റെ മുമ്പ് ആശൂറ നോമ്പ് മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമായിരുന്നു. പിന്നെ റമളാൻ മാസത്തിൽ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ മുത്തുനബി ഇത് സുന്നത്താക്കി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആദ്യകാലത്ത് ഫർളായ നോമ്പായിരുന്നു ആശൂറയുടെ നോമ്പ്. ഇന്ന് നമുക്ക് സുന്നത്താണ്. നിങ്ങൾ മനസ്സിലാക്കണം, മൻ സ്വാമ യൗമ ആശൂറ യുകഫിറു സനതൽ മാദിയ. ഒരാൾ മുഹറം 10ന്റെ അന്ന് നോമ്പെടുത്താൽ കഴിഞ്ഞു പോയ ഒരു കൊല്ലത്തെ പാപം അള്ളാഹു പൊറുത്തു തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ചെറിയ കുട്ടികൾ പോലും പഴയ കാലത്ത് നോമ്പെടുത്തിരുന്നു എന്നാണ് മുഹറം 10ന്റെ നോമ്പ്. ചെറിയ കുട്ടികൾ പോലും അത്രയും പ്രധാനപ്പെട്ട നോമ്പായി നമ്മുടെ മുൻഗാമികൾ മനസ്സിലാക്കിയ നോമ്പാണ് മുഹറം 10ന്റെ നോമ്പ്. പിന്നെ മുഹറം 9, ഈ 2 ദിവസവും നോമ്പ് സുന്നത്താണ്. മറ്റൊരു പ്രധാനപ്പെട്ട അമൽ ഞാൻ പറയാൻ പോവാണ്. നമുക്കെല്ലാവർക്കും അറിയാം, എന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വർഷത്തേക്ക് നമുക്ക് ബറക്കത്ത് കിട്ടാൻ, ഒരു വർഷത്തേക്ക് നമുക്ക് ബറക്കത്ത് കിട്ടാൻ, സാമ്പത്തിക പ്രയാസമില്ലാതിരിക്കാൻ, റിസ്ഖിൽ പ്രയാസം വരാതിരിക്കാൻ, നമ്മളൊക്കെ കുടുംബം പോറ്റുന്ന ആൾക്കാരാണ്. ആ വിഷയത്തിൽ ഒരു പ്രയാസവും വരാതിരിക്കാനുള്ള
ഏറ്റവും നല്ലൊരു വഴി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഹറം മാസത്തിൽ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്തോലൊക്കെ അത്ഭുതം കണ്ടിട്ടുണ്ട്. മഹാന്മാര് പറയാണ്, ഞാൻ 50 കൊല്ലം ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ ഞാൻ അമൽ ചെയ്തു. ജറബിന വമാ റഅയ്നാ ഇല്ലാ ഖൈറാ. ഖൈർ മാത്രമേ കണ്ടിട്ടുള്ളൂ, അനുഭവത്തിൽ ഞങ്ങൾക്ക് അത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് മഹാന്മാരായ ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് അമൽ എന്നറിയോ? ഹദീസ് ഞാൻ പറയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. മൻ വസ്സഅ അലാ ഇയാലിഹി യൗമ ആശൂറാ വസ്സഅ അല്ലാഹു അലൈഹി സായിറ സനതിഹി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറയും, മുഹമ്മദ് മുസ്തഫ. ഭയങ്കര മുതലാണിത്, വല്ലാത്തൊരു അമലാണിത്. മുത്തുനബിക്ക് എന്തൊരു ഇഷ്ടാണ് നമ്മളോട്. നമ്മൾ എവിടെയും പ്രയാസപ്പെടരുത്, നമ്മൾ എവിടെയും കുഴങ്ങിപ്പോകരുത്. വഴികളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, പക്ഷേ നമ്മൾ അശ്രദ്ധ കാണിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ പ്രയാസം. അള്ളാഹു പ്രയാസങ്ങളൊക്കെ നീക്കി തരട്ടെ. നോക്കൂ നിങ്ങൾ, മൻ വസ്സഅ അലാ ഇയാലിഹി, ഒരാൾ തന്റെ ആശ്രിതരായ ആളുകൾക്ക്, തന്നെ ആശ്രയിച്ച് കഴിയുന്ന തന്റെ കുടുംബം, അവർക്ക് ഒരാൾ യൗമ ആശൂറാ, മുഹറം 10 അന്ന് ഭക്ഷണ വിശാലത ചെയ്താൽ, നല്ല ഭക്ഷണം ഉണ്ടായി കൊടുത്തു മുഹറം 10 അന്ന് കുടുംബത്തിന്, ഭാര്യക്കും മക്കൾക്കും, ഉമ്മയും വാപ്പി ഉണ്ടെങ്കിൽ ഓർക്കും നല്ല ഭക്ഷണം ഉണ്ടാക്കി. അന്ന് അവർക്ക് പ്രത്യേക ഹദിയകൾ കൊടുത്തു. അവർക്കന്ന് മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ഒരു കുടുംബനാഥൻ ചെയ്താൽ, റസൂലുള്ളാഹിന്റെ ഹദീസാണ്, നമ്മളെപ്പോലെ എന്തെങ്കിലും പറയുന്ന ആളല്ല. മാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. നബി തങ്ങൾ നാവുണ്ട് വായ തുറക്കണമെങ്കിൽ ജിബ്രീലിന്റെ വഹയുണ്ട് വരണം. അങ്ങനെ സംസാരിക്കുന്ന ആളാണ് മുഹമ്മദ് മുസ്തഫ. ആ ഹബീബ നബി തങ്ങൾ പറയാണ്, അങ്ങനെ ആശൂറാന്റെ ദിവസം ഒരു കുടുംബനാഥൻ തന്റെ കുടുംബത്തിന് വിശാലത നൽകിയാൽ, നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുത്തു, അതിനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്തു. എന്നാൽ വസ്സഅല്ലാഹു അലൈഹി സായിറ സനതിഹി, അടുത്ത മുഹറം 10 വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനും ആ കുടുംബത്തിനും ഭക്ഷണത്തിൽ വിശാലത നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു കൊല്ലം പിന്നെ നോക്കണ്ട, ഒരു പ്രയാസവും റിസ്ക്കിന്റെ കാര്യത്തിൽ നമുക്ക് ഉണ്ടാവൂല. നമുക്ക് കാര്യമായ പ്രശ്നം അതല്ലേ, റിസ്ക്കല്ലേ. അതിനല്ലേ എല്ലാരും കഷ്ടപ്പെടുന്നത്, അതിനല്ലേ എല്ലാരും ഓടുന്നത്. ഈ ഒരു അമൽ മുഹറം 10 ചെയ്താൽ ഒരു കൊല്ലത്തേക്ക് ഗ്യാരണ്ടിയാണ്. മാഷാ അല്ലാഹ്. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, മുഹറം 10 ഭക്ഷണം കൊടുക്കേണ്ടത്. അപ്പൊ മുഹറം 10 പകൽ നമുക്ക് നോമ്പായിരിക്കൂലേ? അപ്പൊ എപ്പോ കൊടുക്കണം? മുഹറം 10 അന്ന് നോമ്പ് ഉറക്കാൻ കൊടുത്താൽ പോരാ. കാരണം മുഹറം 10 അന്ന് നോമ്പ് ഉറക്കാനുള്ള ഭക്ഷണം കൊടുത്താൽ മുഹറം 11 മാറി. അപ്പൊ എന്ത് ചെയ്യണം? മുഹറം 9 അന്ന് രാത്രി കൊടുക്കണം. മുഹറം 9 നോമ്പുണ്ടെങ്കിൽ ആ നോമ്പ് ഉറക്കാനുള്ള ഭക്ഷണം കൊടുത്താൽ മതി. മുഹറം 9 മഗ്രിബിന് ശേഷം, അഥവാ മുഹറം 10 രാവിൽ, കൃത്യമായി പറഞ്ഞ വരുന്ന ബുധനാഴ്ച, വ്യാഴാഴ്ച രാത്രി, വരുന്ന വെള്ളിയാഴ്ച രാവ്, വരുന്ന ഈ ദിവസം, വരുന്ന വെള്ളിയാഴ്ച രാവിലെ വീട്ടിൽ നല്ല ഫുഡ് ഉണ്ടാക്കാൻ പറയാം പെണ്ണുങ്ങളോട്. അതിനുള്ള എല്ലാ സാഹചര്യവും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. അത് കുടുംബം കഴിക്കട്ടെ. പിറ്റേന്ന് എന്തായാലും നോമ്പായിരിക്കും, ആശൂറാന്റെ ദിവസമാണല്ലോ. ഇങ്ങനെ ചെയ്താൽ ഒരു കൊല്ലത്തേക്ക് നമ്മൾ പേടിക്കണ്ട. ഇത് നിന്റെ വകയല്ല, ഇത് ചെയ്ത വർഷങ്ങളായി പതിറ്റാണ്ടുകളോളം ചെയ്ത മഹാന്മാര് മുഴുവനും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കത് അനുഭവ ബോധ്യമാണ് എന്ന്. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. ഇനി എന്താ പറയാ, ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ അവർക്ക് നോമ്പുണ്ടാവില്ലല്ലോ. നോമ്പില്ലാത്ത കുട്ടികളാണ്, അവർക്ക് പകൽ കൊടുത്താൽ മതി, കുഴപ്പമില്ല. 24 മണിക്കൂറിനിടയിൽ വരുന്ന വ്യാഴാഴ്ച മഗ്രിബിന്റെയും വെള്ളിയാഴ്ച മഗ്രിബിന്റെയും ഇടയിലുള്ള 24 മണിക്കൂറിനിടയിലാണ് ഈ ഭക്ഷണം കൊടുക്കേണ്ടത്. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. പിന്നെ നമുക്കൊക്കെ അറിയാവുന്ന ഒരു ദിക്റുണ്ട്, ഞാനത് പിന്നെ ദീർഘമായി പറയല്ല. നമ്മുടെ കിതാബുകളിലും അദ്കാറിന്റെ കിതാബുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. മുഹറം 10 മഹാന്മാരായ സൂഫിയാക്കൾ ചെയ്യണമെന്ന് നിർദ്ദേശിച്ച ചില അമലുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ് സുബ്ഹാനല്ലാഹി മിൽ അൽ മീസാൻ വ മബ്ലഗ ദിള എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ദുആ ഉണ്ട്.
ആ ദുആ ഒരാൾ മുഹറം 10 നടത്തിയാൽ അടുത്ത മുഹറം 10 വരെ അയാൾ മരിക്കുകയില്ല എന്ന് ആരിഫീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വലിയ കാവലാണ്. അപകടങ്ങൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ നമ്മളത് നിസാരമായി കാണരുത്. മഹാന്മാരായ സൂഫിയാക്കൾ പഠിപ്പിച്ച വലിയ മഹത്തായ ദിക്റാണ്. അതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ചെല്ലാൻ വേണ്ടി ശ്രമിക്കണം. സഹോദരിമാരോട് ഞാൻ പറയാണ്, അത് ദിക്റായതുകൊണ്ട് നിങ്ങൾക്ക് ശുദ്ധിയില്ലാത്ത സമയത്തും അത് ചൊല്ലാം. ഖുർആനല്ല, സൂറത്തല്ല, ആയത്തല്ല, അത് കേവലം ദുആയാണ്, ദിക്റാണ്. അതുപോലെ തന്നെ നിങ്ങൾ ചിന്തിക്കണം, മുഹറം 10 അന്ന് ഇറങ്ങിയ വളരെ വളരെ ശറഫാക്കപ്പെട്ട ഒരായത്തുണ്ട്. ഏതാണത്? വളരെ വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീലു നിഅമൽ മൗലാ വനിഅമൻ നസീർ എന്ന ദിക്ർ ചൊല്ലലും പ്രത്യേകം നല്ലതാണെന്ന് ഉലമാ പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ ഓരോ പശ്ചാത്തലങ്ങളുണ്ട് കേട്ടോ. പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ, മഹാനായ നബിയുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് നമ്രൂദും കൂട്ടരും വലിച്ചെറിഞ്ഞപ്പോ മഹാൻ ചൊല്ലിയ ദിക്റാണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. അതുകൊണ്ട് തന്നെ അന്ന് കൂടുതലായിട്ട് ഈ ദിക്ർ ചൊല്ലണമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. പിന്നെ അന്ന് ഇറങ്ങിയ വളരെ പവിത്രമായ പരിശുദ്ധമായ ഖുർആനിലെ ആയത്താണ് സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ. നോദി നോക്കിയേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഇത് മുഹറം 10 അവതരിപ്പിക്കപ്പെട്ട ആയത്താണ്. ദുൽഹിജ്ജ 9 അന്ന് അറഫ ദിവസം ഹജ്ജത്തുൽ വദാഇന്റെ അന്ന് ഇറങ്ങി അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും എന്നുള്ള ആയത്ത്. നബിയെ, നിങ്ങളുടെ ദീനിനെ ഞാൻ നിങ്ങൾക്ക് സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു, എൻ്റെ നിഅമത്ത് ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്തുകൊണ്ട് ആയത്ത് ഇറങ്ങിയതാണ്. പക്ഷേ മുഹറം 10 കഴിഞ്ഞ് ദുൽഹിജ്ജ 9 കഴിഞ്ഞ് മുഹറം പറന്നു. മുഹറം 10 വീണ്ടും കടന്നു വന്നു സയ്യിദുനാ ജിബ്രീൽ. എന്നിട്ട് ഓതി കേൾപ്പിച്ച ആയത്താണ് ലഖദ് ജാഅകും. ഇതിൻ്റെ പിന്നിലെ രഹസ്യം മഹാന്മാർ പറയുന്നത് എന്താണെന്നറിയോ? അഹ്കാമുകൾ മുഴുവനും ഇറങ്ങിക്കഴിഞ്ഞു, ഇനിയൊന്നും പറയാൻ ബാക്കിയില്ല, ക്ലോസ്. ദുൽഹിജ്ജ 9 ദീൻ ക്ലോസ് ആയിട്ടുണ്ട്. എന്നിട്ടും അള്ളാന്റെ ഹബീബിന്റെ മദ്ഹ് പറയുന്നത് നിർത്താൻ അള്ളാഹുവിന് സാധിക്കുന്നില്ല. ജിബ്രീലിനെ പറഞ്ഞേക്കാണ്. ലഖദ് ജാഅകും റസൂലുള്ളാഹിന്റെ മദ്ഹാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എത്ര വലിയ ഫളിൽ ഷർഫാക്കപ്പെട്ട ആയത്താണത്. ഈ ആയത്ത് മുഹറം 10 അന്ന് ഒരാൾ 1000 തവണ ചൊല്ലിയാൽ അടുത്തൊരു കൊല്ലം കണ്ണീർ ബാധിക്കൂല, അസൂയ ബാധിക്കൂല, സിഹർ ബാധിക്കൂല, ശത്രുദോഷങ്ങൾ അവനെ ബാധിക്കുകയില്ലെന്ന് മഹാന്മാരായ ഉലമാ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര അമലാണ്. മുഹറം 10 പറ്റുകയാണെങ്കിൽ ചൊല്ലിക്കോളിയും. 1000 തവണ ലഖദ് ജാഅകും ഓതുക കഴിയുമെങ്കിൽ ഫുൾ ഗ്യാരണ്ടിയാണ്. ഒരു വർഷം നമ്മൾ ബുള്ളറ്റ് പ്രൂഫായിരിക്കും. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ ഇത്തരം അമലുകളൊക്കെ അന്നത്തെ ദിവസം നമ്മൾ വല്ലാതെ ആദരിക്കണം. ഒരുപാട്, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്. ഒരുപാട് സംഭവങ്ങൾ നടന്ന ഒരു ഒരു ദിവസമാണ് മുഹറം 10 എന്ന് പറയുന്നത്. അള്ളാഹു ആദരിക്കേണ്ടവരെ മുഴുവനും അന്ന് ആദരിച്ചിട്ടുണ്ട്. പാഠം പഠിപ്പിക്കേണ്ടവരെ മുഴുവനും മുഹറം 10 പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. ആ ദിവസത്തെ നമ്മൾ വളരെ പവിത്രമായി കാണുകയും വീട്ടുകാരോടൊക്കെ പറയുകയും അന്ന് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. മാത്രമല്ല ഇരട്ട മധുരം എന്ന് പറഞ്ഞതുപോലെ മുഹറം 10 വരുന്നത് വെള്ളിയാഴ്ചയും കൂടെയാണ്, അല്ലേ? മുഹറം 10 വെള്ളിയാഴ്ചയാണ്, ജുമുഅന്റെ ദിവസം കൂടെയാണ്, ശറഫാക്കപ്പെട്ട ദിവസമാണ്, മുഹറം 10 ആണ്. വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പിന്നെ ഞാൻ വളരെ വിനയത്തോടെ പറയുന്നത്, നമ്മൾ കാലാവസ്ഥ മാറിയത് കൊണ്ടുള്ള പ്രയാസങ്ങളൊക്കെ ചില നാട്ടിൽ വളരെ രൂക്ഷമായിട്ടുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. ഇവിടെ കുറവായിരിക്കാം. പല നാടുകളിലും നിരന്തരമായ പനിയും ആഴ്ചകളോളം നീണ്ട പനിയും ക്ഷീണമൊക്കെ അതുകൊണ്ടൊക്കെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ട് പവിത്രമായ ദിവസങ്ങളിൽ ദുആ ചെയ്യുക. മാത്രമല്ല, ഇപ്പോൾ ആരെല്ലോ പറയുന്നത് കേട്ട്
ഡോക്ടറെ കാണിച്ചിട്ടൊന്നും ഒരു കുറവുമില്ല, മരുന്ന് ഇങ്ങനെ കഴിക്കുന്നുണ്ട്, പനിക്കൊരു മാറ്റമല്ല, പുറത്തേക്കാണെങ്കിൽ പനി കാണുന്നില്ല, ക്ഷീണം വിട്ടുമാറുന്നില്ല, ആഴ്ചകളോളം നീണ്ട ക്ഷീണമാണ്, ഒന്നിനും കഴിയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഒരു അമല് മഹാനായ തങ്ങൾ പാപ്പ ഇവിടെ ഉണ്ട്, അവരൊക്കെ ആ വിഷയമൊക്കെ ഗഹനമായി പഠിച്ചോലും അതൊക്കെ പ്രവർത്തിക്കുന്നവരുമാണ്. പക്ഷെ എന്നാലും അവിടെ സാന്നിധ്യത്തിൽ വെച്ച് പറയുമ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒരു തിരുത്തോലോ എന്ന് വിചാരിച്ചിട്ട് പറയാണ്, നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ആത്മീയത കൈവിടാൻ പാടില്ല. ഡോക്ടറെ കാണിക്കണം, മരുന്ന് കഴിക്കണം, അതൊക്കെ വഴിക്ക് നടക്കട്ടെ. അതിൻ്റെ കൂടെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ നമുക്ക് നിർദ്ദേശിച്ച് തന്ന ദിക്റുകളൊക്കെ നമ്മൾ ചൊല്ലിയിട്ട് നമ്മൾ പ്രതിരോധങ്ങൾ ഏർപ്പെടുത്തണം. നമുക്കറിയാലോ, ഒരു പനി വന്നാൽ പഴയകാലം മുതലേ നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ ഉപ്പാപ്പന്മാർ, വല്ലുമ്മമാരൊക്കെ ചെയ്യുന്ന പണി എന്താ? പനിയുണ്ട് കണ്ടാൽ അവർക്കറിയാം അതിനെ തണുപ്പിക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ആയത്ത് ഖുർആനിലുണ്ട്. ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഒരു 5, 7, 9, 11 വട്ടം വെള്ളത്തിൽ മന്ത്രിച്ച് കുടിക്കാറുണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. പക്ഷേ കേവലം നമ്മളൊരു മരുന്നിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ ഈ പരിശുദ്ധമായ ഖുർആനിലെ ശിഫയാണല്ലോ, അല്ലല്ലേ പറഞ്ഞത്, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിൻ. ഖുർആൻ ശിഫയാണ്. അപ്പോൾ നമ്മൾ ആ ദിക്ർ ചൊല്ലി വെള്ളം മന്ത്രിച്ച് കുടിക്കേ, ചൊല്ലേ, നിരന്തരമായിട്ട് ഓതൊക്കെ ചെയ്യുക. അതോടൊപ്പം മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, പനിക്ക് വേണ്ടി ചൊല്ലാൻ പറഞ്ഞ പ്രധാനപ്പെട്ടൊരു ദിക്റുണ്ട്. ബിസ്മില്ലാഹിൽ കബീർ അഊദു ബില്ലാഹിൽ അളീം മിൻ ശർരി കുല്ലി ഇർഖിൻ നആരിൻ വമിൻ ശർരി ഹർരിൻ നാർ എന്ന ദിക്ർ ചൊല്ലാൻ ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചൊല്ലുകയോ അല്ലെങ്കിൽ വെള്ളത്തിൽ മന്ത്രിച്ച് കുടിക്കുകയോ ഒക്കെ ചെയ്ത് നമ്മുടെ ആരോഗ്യം നമ്മൾ കാത്തു സൂക്ഷിക്കണം. അള്ളാഹു നമുക്ക് ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. ആഫിയത്തില്ലെങ്കിൽ നമുക്കൊന്നിനും കഴിയൂല. നമ്മൾ സാധുക്കളാണ്, പാപങ്ങളാണ്. ഒരു ചെറിയ രോഗം പോലും താങ്ങാൻ നമുക്ക് കഴിയണില്ല. അതുകൊണ്ടാണ് നമ്മൾ എവിടൊക്കെ ഹിദായത്ത് ചോദിക്കുന്നുണ്ടോ അവിടൊക്കെ നമ്മൾ ആഫിയത്തും ചോദിക്കുന്നത്. എത്ര വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് ആഫിയത്ത് എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ സുജൂദിന്റെ അടിയിലുള്ള ഇരുത്തത്തിലുള്ള ദുആ ഒന്ന് ചൊല്ലി നോക്കിയ, റബ്ബി ഗഫിർലി വർഹംനി വജ്ബുർനി വർഫഇനി വർസുഖ്നി വഹ്ദിനി. ഹിദായത്ത് ചോദിച്ചിട്ട് പിന്നെ പറയുന്നത് വആഫിനി. അല്ലാഹുവോട് ആഫിയത്തും ആരോഗ്യവും സൗഖ്യവും ചോദിക്കുകയാണ്. സുബ്ഹി നിസ്കാരത്തിന്റെ ഇഅ്തിദാലിൽ അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്. അല്ലാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ നിഅമത്ത് മുഅ്മിനീങ്ങളെ ഹിദായത്താണ്. അതിന്റെ മേലെ ഒന്നുമില്ല. ഹിദായത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട രണ്ടാമത്തെ നിഅമത്ത് ആഫിയത്താണ്. അതുകൊണ്ടാണ് ഖുനൂത്തിൽ അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് പറഞ്ഞിട്ട് വആഫിനി ഫീമൻ ആഫൈത് പറയുന്നത്. അതൊക്കെ നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് ചൊല്ലുകയും ദുആക്കൊക്കെ വേണം. അല്ലാഹു നമുക്ക് സലാമത്തും ഹിഫ്ളും പ്രദാനം ചെയ്യട്ടെ. ബിഹഖ്ഖി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഫാത്തിഹ വിളിച്ച് തഹ്ലീൽ ചൊല്ലിയിട്ട് ദുആ ചെയ്യാൻ പോവാണ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ